ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ S3 ECയുടെ സിലബസിൽ വരുന്ന പുതിയ സ്കീം KTU 2024 സ്കീമിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് അനലോഗ് സർക്യൂട്ട്സ്. സോ അനലോഗ് സർക്യൂട്ട്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിപ്പർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾ ഇതിന്റെ തിയറി പഠിച്ചിട്ടുള്ളതാണ്. അൺബയാസ്ഡ് ക്ലിപ്പറും ബയാസ്ഡ് ക്ലിപ്പറും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കവർ ചെയ്താണ്. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതും അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ക്ലിപ്പർ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. നിങ്ങളോട് ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. രണ്ട് കേസ് ഉണ്ട്. ഒന്ന് അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ, ഒന്ന് അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ ആണ്. അതിൽ ബി എന്ന് പറയുന്നത് അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പൊ ഇത് അൺബയാസ്ഡ് ക്ലിപ്പർ ആണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സോ DC സോഴ്സോ ഒന്നും നമ്മുടെ ക്ലിപ്പറിന്റെ കൂടെ കൊടുക്കുന്നില്ല. സോ അൺബയാസ്ഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള ട്രാൻസ്ഫർ ക്യാര. സോ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ ക്യാര? X ആക്സിൽ ഇൻപുട്ടും Y ആക്സിൽ ഔട്ട്പുട്ടും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ഫർ ക്യാര എന്ന് പറയാം. X ആക്സിൽ ഇൻപുട്ട് Y ആക്സിൽ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ക്യാര. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ടത് ഏതിന്റെയൊക്കെ ട്രാൻസ്ഫർ ക്യാരയാണ്? പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും അൺബയാസ്ഡ് കേസിൽ. അപ്പൊ രണ്ടിന്റെയും ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും നിങ്ങൾ ആദ്യം വരയ്ക്കുക. അതായത് രണ്ട് കേസിലുള്ള, അതായത് പോസിറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം, അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പൊ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് വരയ്ക്കാം? ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ, അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ ആണ്. സോ നമ്മൾ ആ ഒരു പോസിറ്റീവ് ക്ലിപ്പറിലേക്ക് സപ്പോസ് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്ന കേസ് എടുക്കുകയാണ്. ഞാനൊരു സൈൻ വേവ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സൈൻ വേവ് ഞാൻ അതിന്റെ ഒരു സിംഗിൾ സൈക്കിൾ എടുത്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു സൈൻ വേവ് ഞാനൊരു അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിലേക്ക് അപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് മൈ ഇൻപുട്ട്. ഇതാണ് എൻ്റെ ഇൻപുട്ട്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഏതിലേക്കാണ്? പോസിറ്റീവ് ക്ലിപ്പർ. ഇനി എന്താണ് പോസിറ്റീവ് ക്ലിപ്പർ? പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്യും, അല്ലെ? നെഗറ്റീവ് സൈഡ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, പോസിറ്റീവ് സൈഡ് എന്ത് ചെയ്യും? ക്ലിപ്പ് ചെയ്യും. സോ നമുക്ക് പോസിറ്റീവ് സൈഡ് ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല. നമുക്ക് ഏത് മാത്രമേ കിട്ടൂ? നമുക്ക് നെഗറ്റീവ് സൈഡ് മാത്രമേ കിട്ടൂ. സോ പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടി. പോസിറ്റീവ് ക്ലിപ്പറിന്റെ കേസിൽ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്ത് കളയും, ഇൻപുട്ടിന്റെ നെഗറ്റീവ് സൈഡ് അതുപോലെ കിട്ടും. അപ്പൊ ഈ ഇൻപുട്ട് ഈ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാം. അപ്പൊ ഇനി ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുമ്പോൾ X ആക്സിൽ ഇൻപുട്ടും അതുപോലെ തന്നെ Y ആക്സിൽ എന്താണ്? ഔട്ട്പുട്ടും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് വരുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 0 എന്ന് പറയുമ്പോൾ ഏതാണ്? പോസിറ്റീവ് X ആക്സിസ് ആണ് വരിക. പോസിറ്റീവ് X ആക്സിസ്. ഇനി ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് പീക്ക് വാല്യൂ എത്തി. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് ഇൻപുട്ട് പീക്ക് എത്തി. പക്ഷെ ആ സമയത്തെല്ലാം ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് X ആക്സിസ് വന്നു. പിന്നെ ഇൻപുട്ട് കുറയുന്നു, ഇൻപുട്ട് കുറഞ്ഞിട്ട് ഇൻപുട്ട് എവിടെ എത്തുകയാണ്? 0 എത്തുകയാണ്. അപ്പൊ ഇൻപുട്ട് 0 എത്തുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. അപ്പൊ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു ആദ്യം, ദെൻ പോസിറ്റീവ് പീക്ക് എത്തി, ദെൻ ഇൻപുട്ട് ഡിക്രീസ് ചെയ്തു, 0 എത്തി. അപ്പൊ ഈ സമയത്തെല്ലാം തന്നെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ക്യാരയിൽ വരിക. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്? ഇൻപുട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ടും. ഇൻപുട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ടും. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ പ്രത്യേകത വോൾട്ടേജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഏത് ക്വാഡ്രന്റ് എടുക്കണം? തേർഡ് ക്വാഡ്രന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. തേർഡ് ക്വാഡ്രന്റ്, ഇൻപുട്ട് നെഗറ്റീവ് അതുപോലെ തന്നെ ഔട്ട്പുട്ടും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇൻപുട്ട് കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടും, ഇൻപുട്ട് പീക്ക് എത്തുമ്പോൾ നെഗറ്റീവ് പീക്ക് എത്തുമ്പോൾ ഔട്ട്പുട്ടും നെഗറ്റീവ് പീക്ക് ആവും, ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? 0 ആവും. അപ്പൊ ഇൻപുട്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും, നെഗറ്റീവ് പീക്ക് എത്തുമ്പോൾ ഔട്ട്പുട്ടും നെഗറ്റീവ് പീക്ക് എത്തും, ദെൻ ഇൻപുട്ട് കുറഞ്ഞ് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കുറഞ്ഞ് 0 ആവും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്
ട്രാൻസ്ഫർ ക്യാര വരുന്നത്. ഇതിപ്പോൾ ഏത് കേസിലാണ്? അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. സോ അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള ട്രാൻസ്ഫർ ക്യാര ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ എ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ ആണ്. അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് ക്ലിപ്പറിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് വേവ് ഫോമും വരയ്ക്കുക. അപ്പൊ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ള സൈൻ വേവ് തന്നെയാണ് ഇൻപുട്ട് വേവ് ഫോം. സൈൻ വേവ് തന്നെയാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻപുട്ട് വേവ് ഫോം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം, ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? നെഗറ്റീവ് ക്ലിപ്പർ ആണ്. അപ്പൊ നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ ഏത് മാത്രമേ കിട്ടൂ? ഔട്ട്പുട്ടിൽ നമുക്ക് പോസിറ്റീവ് സൈഡ് മാത്രമേ കിട്ടൂ. സോ നമുക്ക് പോസിറ്റീവ് അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. നെഗറ്റീവ് സൈഡ് എന്ത് ചെയ്യും? ക്ലിപ്പ് ചെയ്ത് കളയും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരിക? ഔട്ട്പുട്ട് വേവ് ഫോം വരിക. ഔട്ട്പുട്ട് വേവ് ഫോം വരിക. അപ്പൊ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ ഔട്ട്പുട്ടിലും ഉണ്ട്. അപ്പൊ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് പോസിറ്റീവ് പീക്ക് എത്തുമ്പോൾ ഔട്ട്പുട്ടും പോസിറ്റീവ് പീക്ക് എത്തുന്നു. ഇൻപുട്ട് ഡിക്രീസ് ചെയ്ത് 0 ആവുമ്പോൾ ഔട്ട്പുട്ടും 0 ആവുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇൻപുട്ടും പോസിറ്റീവ് ആണ്, ഔട്ട്പുട്ടും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു, പീക്ക് വാല്യൂ എത്തുന്നു. ഇൻപുട്ട് കുറയുമ്പോൾ ഔട്ട്പുട്ടും കുറഞ്ഞ് എന്താവും? 0 ആവുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. ഇൻപുട്ടിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്താണ്? ഔട്ട്പുട്ടിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇൻപുട്ടിന്റെ നെഗറ്റീവ് സെക്ഷൻ എടുക്കുമ്പോൾ ഔട്ട്പുട്ടിന്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടുക? ഇങ്ങനെ നെഗറ്റീവ് എക്സ് ആക്സിസിലുള്ള ഒരു ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ട്രാൻസ്ഫർ ക്യാര നമ്മളിപ്പോ വരച്ചു. അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള ട്രാൻസ്ഫർ ക്യാര വരച്ചു. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഈ രീതിയിൽ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Second question, explain the working of a positive biased positive clipper. Explain the working of a positive biased positive clipper with a neat circuit diagram and waveform. With a neat circuit diagram and waveform. അപ്പോൾ ഇത് biased clipper എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ ആണ്. പോസിറ്റീവ് ക്ലിപ്പർ ആണ്. അതിൽ എന്ത് ബയാസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? പോസിറ്റീവ് ബയാസ്ഡ് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതാണ് പോസിറ്റീവ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. അപ്പൊ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഇല്ലെങ്കിൽ, അത് എന്ത് ക്ലിപ്പറാണ്? ഈ ഒരു സർക്യൂട്ട് എന്ത് ക്ലിപ്പറാണ്? പോസിറ്റീവ് ക്ലിപ്പറാണ്. ഇതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ DC സോഴ്സ് കൊടുക്കുകയാണ്. ആ DC സോഴ്സിന്റെ പൊളാരിറ്റി നിങ്ങൾ നോക്കുക. അപ്പർ സൈഡ് പ്ലസും ലോവർ സൈഡ് മൈനസും ആണ്. ദിസ് ഈസ് എ പോസിറ്റീവ് പൊളാരിറ്റി. സോ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? പോസിറ്റീവ് ബയാസ്ഡ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് ബയാസ്ഡ് എന്നതിനെ പറയാൻ കാരണം നമ്മൾ ഇവിടെ കൊടുക്കുന്ന പൊളാരിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നത് എന്നുള്ള കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു റെസിസ്റ്റർ ഉണ്ട് ഇവിടെ, ദെൻ ഡയോഡ്, ദെൻ നമ്മുടെ ബയാസിങ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. സോ എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഇൻപുട്ടിൽ ഞാനൊരു 5 വോൾട്ട് പീക്ക് വരുന്ന രീതിയിൽ ഞാനൊരു വേവ് ഫോം എടുക്കുകയാണ്. സോ ദിസ് ഈസ് എ വേവ് ഫോം. പോസിറ്റീവ് 5 ആണ്. പോസിറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +5ഉം നെഗറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -5 ആണ്. ഇങ്ങനെ ഒരു ഇൻപുട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ദിസ് ഈസ് എ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി ഞാനിവിടെ ഒരു 3 വോൾട്ടിന്റെ ബാറ്ററി കണക്ട് ചെയ്യാണ്. എവിടെ കണക്ട് ചെയ്യാണ്? ഇവിടെ കണക്ട് ചെയ്യാണ്. അപ്പൊ 3 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +3 ആണ്. അപ്പൊ ഈ 3 വോൾട്ട് ബാറ്ററി എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി കാഥോഡ് ഓഫ് ദി ഡയോഡ്. അപ്പൊ +3 വോൾട്ട് എവിടെ വരുന്നുണ്ട്? കാഥോഡ് ഓഫ് ദി ഡയോഡിൽ വരുന്നുണ്ട്. അപ്പൊ ഈ +3 വോൾട്ട് കാഥോഡിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ ഡയോഡ് ഏതിലേക്ക് പോവും? റിവേഴ്സ് ബയസിലേക്ക് പോവാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് എത്രയാണ്? 3 വോൾട്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കണം. ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കണം. ഓക്കെ, സോ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഇനി നമുക്ക് വരയ്ക്കേണ്ടത്. സോ റെഫറൻസ് ആയിട്ട് ഞാൻ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിക്കുകയാണ്. ഇനി ഇതിൽ ഔട്ട്പുട്ട് വേവ് ഫോമിൽ എന്ത് വരുന്നുണ്ട് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ ഇൻപുട്ട് വേവ് ഫോം എടുക്കുക. ഇൻപുട്ട് വേവ് ഫോം 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഏതുവരെ ഇൻക്രീസ് ചെയ്യാം?
5 വരെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 വോൾട്ട് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? 3 വോൾട്ട്. അപ്പൊ ഈ 3 വോൾട്ട് ആണ് എവിടെ വരുന്നത്? കാഥോഡിൽ വരുന്നത്. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മളിപ്പോ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു. ഒരു 0 തൊട്ട് ഒരു 2.9 വോൾട്ട് വരെയാണ്. 0 തൊട്ട് ഒരു 2.9 വരെ നമ്മുടെ ഇൻപുട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസ് എടുത്തു. 0 തൊട്ടിട്ട് 2.9 വരെ ഇൻക്രീസ് ചെയ്യുന്ന കേസ് എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആനോഡ് വോൾട്ടേജ് ആണോ ഗ്രേറ്റർ, കാഥോഡ് വോൾട്ടേജ് ആണോ ഗ്രേറ്റർ? 0 to 2.9 വരെ ഉള്ള ഒരു ഇൻപുട്ട് കേസ് എടുത്തു. അപ്പൊ നമ്മുടെ ബയാസിങ് വോൾട്ടേജ് 3 ആണ് കാഥോഡിൽ. അപ്പൊ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും? ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു ഡയോഡ് റിവേഴ്സ് ബയസ് ആണെങ്കിൽ, ഈ ഒരു ഡയോഡ് റിവേഴ്സ് ബയസിലാണെങ്കിൽ, റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പൺ സർക്യൂട്ട്. ഈ ഒരു ഡയോഡ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇൻപുട്ട് ഈക്വൽ ടു എന്താ വരിക? ഔട്ട്പുട്ട് ആണ് വരിക. സോ റിവേഴ്സ് ബയസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട്. എന്താണോ ഇൻപുട്ടിലുള്ളത് അത് തന്നെ ഔട്ട്പുട്ടിൽ വരും. ഇനി ഈ ഡയോഡ് ഫോർവേഡ് ആണെങ്കിൽ, ഈ ഡയോഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട്. ഈ ഡയോഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ, ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ, അപ്പൊ ഇത് ഷോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ടിൽ എത്ര കിട്ടുക? ഈ ഒരു വോൾട്ടേജ് ആണ് കിട്ടുക. സോ ഔട്ട്പുട്ട് ഇതിന് പാരലൽ ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് ഈക്വൽ ടു +3 ആണ് വരിക. +3 വോൾട്ട് ആണ് വരിക. +3 വോൾട്ട് ആണ് ഔട്ട്പുട്ട് വരിക. അപ്പൊ ഈ ഒരു ലോജിക് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 0 to 2.9 കേസ് നമ്മൾ എടുത്തു. അപ്പൊ ആ സമയത്ത് ആനോഡ് വോൾട്ടേജ് കുറവും കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്ററും ആണ്. അപ്പൊ ഏത് ബയാസാ? റിവേഴ്സ് ബയസ്. അപ്പൊ റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ ഷേപ്പ് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ. അപ്പൊ ഇൻപുട്ടിന്റെ ഷേപ്പ് അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ വന്നു. ഇനി ഇൻപുട്ട് 5 വരെ ഇൻക്രീസ് ചെയ്യാം. 0 to 2.9 ആണ് പറഞ്ഞത്. ഇനി നമുക്കത് വീണ്ടും ഇൻക്രീസ് ചെയ്യാം. വീണ്ടും ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ സപ്പോസ് ഇതൊരു 3 ക്രോസ് ചെയ്തു, ഒരു 3.1 തൊട്ടിട്ട് ഒരു 5 വരെ എന്ന് വിചാരിച്ചോ. 3.1 to 5. അപ്പൊ ആ കേസിൽ നിങ്ങൾ നോക്കിയേ, ആനോഡ് വോൾട്ടേജ് ആണോ ഗ്രേറ്റർ, കാഥോഡ് വോൾട്ടേജ് ആണോ ഗ്രേറ്റർ? കാഥോഡിൽ 3 വോൾട്ട്, ആനോഡിൽ 3.1 to 5. അപ്പൊ ആനോഡ് വോൾട്ടേജ് ആണ് ഗ്രേറ്റർ. ആനോഡ് വോൾട്ടേജ് ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡ് എന്ത് ബയസ് ആവും? ഫോർവേഡ് ബയസ് ആവും. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എവിടെ തന്നെ നിൽക്കും? +3യിൽ തന്നെ നിൽക്കും. ഔട്ട്പുട്ട് എവിടെ നിൽക്കും? +3യിൽ തന്നെ നിൽക്കും. സോ ഇൻപുട്ട് 3 വരെ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ എവിടെ വെച്ച് ക്ലിപ്പ് ആവുന്നു? +3 എന്നുള്ള ലെവലിൽ വെച്ചിട്ട് എന്താവുന്നു? ക്ലിപ്പ് ആവുന്നു. +3 എന്നുള്ള ലെവലിൽ വെച്ചിട്ട് എന്താവുന്നു? ക്ലിപ്പ് ആവുന്നു. സോ ഈ രീതിയിൽ നമുക്ക് 0 to 3 വരെ ഔട്ട്പുട്ട് ഇൻപുട്ടും സെയിം ആണ്. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് +3യിൽ വെച്ച് ക്ലിപ്പ് ആവുന്നു. അപ്പൊ ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 0 to നെഗറ്റീവ് പീക്ക് -5. 0 to -5 വരെയാണ് കൊടുക്കുക. അപ്പൊ ഈ കേസിൽ ആനോഡും കാഥോഡ് വോൾട്ടേജ് നിങ്ങൾ നോക്കുക. അപ്പൊ കാഥോഡ് വോൾട്ടേജ് ആണ് എപ്പോഴും ഗ്രേറ്റർ. കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബയാസ് ആണ്? റിവേഴ്സ് ബയസ് ആണ്. അപ്പൊ റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് ആണ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ ഇതാണ് പോസിറ്റീവ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പൊ ആ വേവ് ഫോം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ബയാസിങ് വോൾട്ടേജ് വരെ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതുവരെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ഔട്ട്പുട്ട് ആ ഒരു ലെവലിൽ വെച്ച് ക്ലിപ്പ് ആവുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ക്ലിപ്പായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ബയാസ്ഡ് ക്ലിപ്പർ ആണ്, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ ആണ് വിത്ത് പോസിറ്റീവ് ബയാസ്. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടും ഈക്വൽ ആണെന്ന് പറയാ. ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഈക്വൽ ടു ഇവിടെ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുക. ദെൻ ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുക. ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തിട്ട് ഈ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഒരു വേവ് ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇതൊക്കെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി ചോദിക്കാറുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ടും ക്ലിപ്പർ എന്നുള്ള ടോപ്പിക് എന്നുള്ള കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക് ആയിട്ട് കാണാം. താങ്ക്